നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് സ്വാഗതം. രാജ്യത്തെ സൈനിക വിമാനാപകടങ്ങളിൽ ഏറ്റവും വലിയ അത്യാഹിതമാണ് ഊട്ടിയിലെ കൂനൂരിൽ സംഭവിച്ചത്. ആദ്യത്തെ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തും ഭാര്യയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമടക്കം 13 പേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. തീർത്തും ദാരുണവും കരളലിയിക്കുന്നതുമായ കാഴ്ചകളാണ് അപകട സ്ഥലത്ത് നിന്ന് പുറത്തുവന്നത്. പരിചയസമ്പന്നരുടെ നിയന്ത്രണത്തിൽ പറന്ന സൈന്യത്തിന്റെ സുരക്ഷിത ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് നിരവധി ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉയർത്തിവിടുമെന്ന് ഉറപ്പാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സംയുക്ത സൈനിക മേധാവിയായിരുന്ന ബിപിൻ റാവത്തും ഭാര്യ മധുലികയ്ക്കും പുറമെ 11 സൈനികരാണ് ഊട്ടിക്കടുത്ത് കൂനൂരിൽ വ്യോമസേന ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചത്. കോയമ്പത്തൂരിലെ വ്യോമസേനാ കേന്ദ്രമായ സുലൂരിൽ നിന്ന് പറന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്ററായ MI-17 V5 തകർന്നത്. കാടിനുള്ളിലുണ്ടായ അപകടമെന്നതിനാൽ രക്ഷാപ്രവർത്തനങ്ങളടക്കം ബാധിക്കപ്പെട്ടിരുന്നു. പ്രദേശവാസികളടക്കം ഓടിയെത്തിയപ്പോൾ കണ്ടത് ദാരുണമായ കാഴ്ചകൾ. ഹെലികോപ്റ്ററിനകത്തും പുറത്തുമായി ശരീരങ്ങൾ പലതും കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്നുണ്ടായ പൊട്ടിത്തെറിയുടെ തീവ്രതയിൽ ശരീരങ്ങൾ 50 മീറ്റർ വരെ ദൂരത്തിൽ തെറിച്ചു വീണു. മൃതദേഹം പലതും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ കത്തിക്കരിഞ്ഞിരുന്നു. ஹெலிகாப்டர் அப்படியே தாழ்வான நிலைமையில் அப்படியே வந்துட்டு இருக்குங்க. மிஸ்ட்னாலையா இனி எதனாலன்னு தெரியல, ரொம்ப தாழ்வாக வந்துட்டு இருக்குது. கிட்டத்தட்ட நம்ம பூமிக்கும் அதுக்கு ஒரு 2000 அடி டிஃப்ரெண்ட் அவ்வளோதான் இருக்கும். எப்பவுமே ஜாஸ்தி போகும், அன்றைக்கி ரொம்ப கம்மியாக இருக்குது. இன்னும் கம்மியாக இருக்குன்னு வெளியில வேடிக்கை பார்த்துருந்தோம். வேடிக்கை பார்க்கும்போது ஒரு 30 நிமிஷத்தில் ஃபோன் திடீர்னு என்னென்னு பார்த்தீங்கன்னா, அந்த காட்டேரி லாஸ் ஃபால்ஸுக்கு மேலே அரசு தோட்டக்கலை பண்ணை அங்கே வந்து வண்டி மரத்தில் அடித்து கீழே விழுந்துருக்குங்க. கீழே விழுந்த உடனே தீ பிடிச்சிருக்கு. பக்கத்தில் இருந்த வீட்டு இருக்கவங்களும் அதை பார்த்து அலறி அடித்து எல்லாருமே ஓடிருக்காங்க. ஏன்னா யாருமே பக்கத்துக்கு போக முடியாது, தீ பிடிச்சினா ஏதாவது வெடிச்சிருமோ நினச்சிட்டு பயந்துட்டு எல்லாருமே ஓடிருக்காங்க. பக்கத்தில் தண்ணி இல்லை. அது கொஞ்சம் நேரத்தில் எல்லாருமே வந்துட்டாங்க. அமைக்கிறதுக்கு எல்லாருமே ஆஃபீஸருங்க சம்மந்தப்பட்ட அதிகாரிகள் எல்லாருமே வந்துட்டாங்க. தீ பிடிச்ச உடனே நான் என்னடா தீ பிடின்னு பக்கத்து விட்ட பையன் நான் கூப்பிட்ட உடனே அந்த பையன் என்ன செஞ்சாப்புல வந்து பார்த்துட்டு ஃபயர் சர்வீஸுக்கு போலீஸுக்கு ஃபோன் பண்ணோன்னே ஒருத்தர் எரிஞ்சு அப்படியே அந்த ஒருத்தர் சாயிறார். மற்றவங்கெல்லாம் நம்ம வரக்குள்ளேயே பொத்துன்னு விழுகுறாங்க. மேலேருந்து ஒரு 3-4 பேர் எரிஞ்சு அப்படியே விழுகுறாங்க. சோளக்குள்ளே விழுந்தா அவங்கள முன்னுக்கு எடுத்துடுறாங்க. அதுக்கு பிறகு நான் வந்துட்டேன். பயம் எனக்கு அலர்ட்டி ஆகிடுச்சு. ആദ്യം കുടങ്ങളിലും ചെറിയ പാത്രങ്ങളിലുമായാണ് തീയണയ്ക്കാൻ വെള്ളം എത്തിച്ചത്. ഫയർഫോഴ്സും പോലീസും അടക്കം സംഭവസ്ഥലത്തെത്താൻ പിന്നെയും താമസമെടുത്തു. മഴ പെയ്തിരുന്നെങ്കിലും അപകടത്തിന്റെ തീവ്രതയിൽ സമീപത്തെ മരങ്ങൾ കത്തിയത് രക്ഷാപ്രവർത്തനത്തിനെ ബാധിച്ചു. മോശം കാലാവസ്ഥയും മൂടൽമഞ്ഞിനെയും തുടർന്ന് താഴ്ന്നു പറന്ന ഹെലികോപ്റ്റർ തകർന്നത് മരത്തിൽ തട്ടിയാകാമെന്നാണ് പ്രാഥമിക നിഗമനം. അപകട കാരണം വൈദ്യുതി ലൈനാണെന്നും റിപ്പോർട്ടുണ്ട്. ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നപ്പോൾ വൈദ്യുതി ലൈനിൽ കുടുങ്ങി നിയന്ത്രണം തെറ്റിയതാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഡയറക്ടിംഗ് സ്റ്റാഫ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗിന്റെ ജീവൻ മാത്രമാണ് രക്ഷിക്കാനായത്. ഗുരുതരമായി പൊള്ളലേറ്റ വരുൺ സിംഗിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒച്ച ആൾക്കാർ
എടുക്കാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് ഫോറസ്റ്റ് എല്ലാം ഇവിടെ പോയി കയറി വന്നപ്പോൾ എല്ലാം ബോഡി എടുത്ത് 4 ബോഡി എടുത്ത് ആദ്യം 4 ബോഡി എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു ഇനി 10 ബോഡി അകത്തുണ്ടെന്ന്. പിന്നെ 10 ബോഡി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായി. പിന്നെ അവിടെ നിന്ന് വെള്ളം കോരി അവിടെ ഇവിടെ ഒളിച്ച് പിന്നെ ഓവർനൈറ്റ് എടുത്ത് 5 മണിയാകുമ്പോൾ ബോഡി എടുത്ത് തീർന്നു. ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത് ഇത് 2ാം തവണയാണ്. 2015-ൽ നാഗാലാൻഡിലെ ദിമാപൂരിൽ ഉണ്ടായ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് MI-17 V5. ഇന്ത്യ അടക്കം 77 രാജ്യങ്ങൾ ഈ റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്റർ യുദ്ധത്തിനും രക്ഷാപ്രവർത്തനത്തിനും ഒരുപോലെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ MI-17 ഇന്ത്യയിൽ അപകടത്തിൽപ്പെടുന്നത് ഇതാദ്യമായല്ല. 2019-ൽ അരുണാചലിലെ തവാങ്ങിൽ 13 സൈനികർ കൊല്ലപ്പെടുന്നത് ഈ വിമാനം അപകടത്തിൽപ്പെട്ടായിരുന്നു. 2019 ഫെബ്രുവരി 27-ന് ശ്രീനഗറിലെ ബദ്ഗാമിൽ 6 വ്യോമസേനാ ഉദ്യോഗസ്ഥർ മരിക്കുന്നതും MI-17 അപകടത്തിൽപ്പെട്ടാണ്. ഇന്ത്യ പാക് വെടിവെപ്പിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ മിസൈൽ ആക്രമണത്തിലാണ് വിമാനം തകർന്നത്. സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയുമുണ്ടായി. ൽ അടിയന്തര സാഹചര്യത്തിൽ തേജസ് വിമാനം സുരക്ഷിതമായി ഇറക്കിയതിന് ശൗര്യചക്ര നേടിയ ക്യാപ്റ്റൻ വരുൺ സിംഗ് അടക്കമുള്ള പരിചയസമ്പന്നരടങ്ങിയ സംഘം അതിസുരക്ഷിതമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കവേ അപകടത്തിൽപ്പെടുന്നത് നിരവധി ചോദ്യങ്ങളും വിവാദങ്ങളും ഉയർത്തിവിടും. 1963-ൽ പൂഞ്ച് ജില്ലയിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അപകടത്തിൽപ്പെട്ട ശേഷം ഇതാദ്യമാകണം ഇത്രയും ഉന്നതനായ സൈനിക ഉദ്യോഗസ്ഥൻ വിമാനാപകടത്തിൽപ്പെടുന്നത്. ഇന്ത്യ ചൈനയും പാകിസ്ഥാനുമായി സംഘർഷത്തിലിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നടക്കുന്ന അപകടം പ്രതിരോധ മേഖലയിൽ മുമ്പെങ്ങുമില്ലാത്ത മാറ്റം കൊണ്ടുവന്നുവെന്ന മോദി സർക്കാർ അവകാശപ്പെടുന്ന കാലത്തെ വലിയ അപകടം. ദേശസുരക്ഷ ശക്തമാക്കിയെന്ന് അവകാശപ്പെടുന്നതിനിടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അപകടത്തിൽപ്പെടുമ്പോൾ ദേശസുരക്ഷയിലെ പാളിച്ചകളിലേക്ക് വിരൽ ചൂണ്ടാൻ പ്രതിപക്ഷത്തിന് സാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന ആരോപണങ്ങളും ഉയരും. अध्यक्ष महोदय, एयर चीफ मार्शल श्री VR चौधरी को घटनास्थल पर दुर्घटना की सूचना प्राप्त होने पर कल ही भेज दिया गया है. उन्होंने घटनास्थल एवं वेलिंगटन हॉस्पिटल जाकर स्थिति का जायजा लिया. इस दुर्घटना के संबंध में इंडियन एयरफोर्स द्वारा एयर मार्शल मानवेंद्र सिंह की अध्यक्षता में एक ट्राई सर्विस इंक्वायरी के भी आदेश दे दिए गए हैं. അതിനാൽ തന്നെ വിശദമായ അന്വേഷണം അനിവാര്യമാണ്. ഒപ്പം അടുത്ത CDSI ആരെ തിരഞ്ഞെടുക്കണമെന്നതും മറ്റൊരു കടമ്പയാണ്. വിവാദ കാർഷിക നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങൾക്കും വിരാമമായി എന്ന് പറയാം. കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറായതോടെയാണ് കർഷക സംഘടനകൾ സമരം അവസാനിപ്പിച്ചത്. ഇതോടെ 1 വർഷത്തിലേറെ നീണ്ട സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനാണ് സമാപനമായത്. രണ്ടാഴ്ചയ്ക്ക് മുൻപ് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുമെന്ന പ്രഖ്യാപനം എത്തിയപ്പോൾ മാധ്യമങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ കർഷകർക്ക് മുന്നിൽ മുട്ടുമടക്കി വഴങ്ങിയെന്നീ വിശേഷണങ്ങളോടെയാണ് വാർത്ത നൽകിയത്. പ്രധാനമന്ത്രിയുടെ ഉറപ്പിന് ശേഷവും സമരം തുടർന്ന കർഷകരുടെ എല്ലാ ആവശ്യങ്ങളും കേന്ദ്രം അംഗീകരിക്കുമ്പോൾ ഈ വിശേഷണങ്ങൾക്കപ്പുറം മറ്റൊന്നും നൽകാനില്ല. കാരണം കേന്ദ്രം കർഷകർക്ക് മുന്നിൽ വീണ്ടും മുട്ടുമടക്കിയിരിക്കുകയാണ്, വഴങ്ങിയിരിക്കുകയാണ്. MSP जारी थी, आने वाले कल में भी जारी रहेगी. प्रधानमंत्री जी ने MSP पर विचार करने के लिए और प्रभावी बनाने के लिए, पारदर्शी बनाने के लिए कमेटी बना दी है. वो कमेटी आगे विचार करेगी. खाद की किल्लत फिर से हो रही है. यानी फर्टिलाइजर के मामले में किसानों को किसी भी प्रकार की कोई कमी नहीं आने दी जाएगी. सरकार पूरी तरह गंभीर है. पहले भी फर्टिलाइजर पूरा मिला है और आगे भी मिलेगा. കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരുകളിലൂടെ നഷ്ടപരിഹാരം നൽകുക, പ്രക്ഷോഭം അവസാനിപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങിയാൽ കർഷകർക്ക് നേരെയുള്ള കേസുകൾ പിൻവലിക്കുക, കർഷക പ്രതിനിധികളെ ഉൾപ്പെടുത്തി താങ്ങുവില പരിശോധിക്കാൻ സമിതിയെ വയ്ക്കുക,
വൈദ്യുത ഭേദഗതി ബില്ലിൽ എല്ലാവരുടെയും അഭിപ്രായം തേടുക. ബില്ലിൽ കർഷകർക്ക് എതിർപ്പുള്ള ഭാഗങ്ങൾ ഒഴിവാക്കുക. കൊയ്ത്തിന് ശേഷം പാടം കത്തിക്കുമ്പോൾ മലിനീകരണ നിയന്ത്രണ നിയമപ്രകാരം കർഷകർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്താനുള്ളതും പിഴ ഈടാക്കാനുള്ളതുമായ വ്യവസ്ഥ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത്. ലഖിംപൂർ ഖേരിയിൽ കർഷകരുടെ മരണത്തിൽ പ്രതിയായ ആശിഷ് മിശ്രയുടെ പിതാവായ കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം മാത്രമാണ് ഇതിൽ കേന്ദ്ര സർക്കാർ അംഗീകരിക്കാതിരുന്നത്. हरियाणा, यूपी, हिमाचल, उत्तराखंड सब जगह के केसेस जो है हर तरह के आज इमीडिएटली, पहले था कि आंदोलन वापस लो फिर वापस किए जाएंगे, लेकिन इमीडिएटली तत्कालीन तौर पर केस वापस लेने की प्रक्रिया शुरू हो जाएगी। वो चाहे यूनियन टेरिटरी से दिल्ली है या बाकी प्रांत है, सरकार ने वादा किया है कि वो केस वापस होगी। पावर बिल के ऊपर भी ये आया है कि स्टेक होल्डर्स के साथ साथ फार्मर्स के साथ डिस्कशन करने के बाद ही किसानों का मुद्दा जो है पावर बिल से निकालने का, वो किसानों के साथ डिस्कशन के बाद ही उसको संसद में लाने का वादा किया है सरकार ने। पराली बिल के बारे में दूसरे बारे में साथियों ने बता दिया है। सो मैं कहना चाहता हूँ ये संयुक्त किसान मोर्चे की ऐतिहासिक जीत है और कल के दिन जैसे एक तरह का शोक दिवस होगा। उसके बाद हमने फैसला किया है कि 11 तारीख को हमारे किसान जो है अलग अलग जगह से उठेंगे। ഇതോടെ 15 മാസം നീണ്ട സമരത്തിനാണ് സമാപനമായത്. ഡൽഹി അതിർത്തിയായ സിംഘു, തിക്രി എന്നിവിടങ്ങളിൽ നിന്ന് കർഷകർ പിൻവാങ്ങി തുടങ്ങി. ആദ്യമായാണ് മോദി സർക്കാർ തങ്ങൾ മുന്നോട്ട് വെച്ച നിയമം പിൻവലിക്കാൻ തയ്യാറാവുന്നതെന്ന പ്രത്യേകതയുമുണ്ട് ഈ കർഷക സമരത്തിന്. പൗരത്വ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുയർന്നപ്പോഴും സമ്മർദ്ദത്തിന് വഴങ്ങാതിരുന്ന BJP വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് തന്നെയാണ് കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതെന്നത് പകൽ പോലെ സത്യമാണ്. വിജയമെന്ന് പറയുമ്പോഴും കർഷക സമരത്തിന്റെ മുഖമായി നിന്നിരുന്ന ഭാരതീയ കിസാൻ യൂണിയൻ നേതാക്കളായ രാകേഷ് ടിക്കായത്ത് അടക്കമുള്ളവരും ഹരിയാനയിൽ നിന്നുള്ള നേതാക്കളും തമ്മിൽ ഭിന്നത ഉടലെടുത്തിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സംയുക്ത കിസാൻ മോർച്ച സർക്കാരുമായി ചർച്ച നടത്താൻ 5 അംഗ സമിതിയെ തെരഞ്ഞെടുത്തിരുന്നു. ഇതിൽ രാകേഷ് ടിക്കായത്ത് വിഭാഗത്തിൽ നിന്നുള്ള ആരും ഉൾപ്പെട്ടില്ല. സിംഘു അതിർത്തിയിൽ ചേർന്ന യോഗത്തിന് വിരുദ്ധമായ നിലപാടാണ് രാകേഷ് ടിക്കായത്തിന്റേതെന്നതും ശ്രദ്ധേയമാണ്. जाने को तो मन करता नहीं परिवार छोड़ के, ठीक है, लेकिन समझौते के आधार पे जाना पड़ेगा। ये इतना बड़ा परिवार कहाँ मिलेगा? ये तो 300 साल बाद में मिला था। ये हमारे पूर्वजों को मिला होगा, किताबों में दर्ज है कि ये इकट्ठा 300 साल बाद में हुआ। ये है कि ये टूटा ना, अपना नातेदारी में, रिश्तेदारी में ये संबंध हमारे सबके बने रहे। पंजाब, हरियाणा जो गुरुद्वारे हैं, जो लंगर भंडारे चलाए, जो एक विश्वास आपस में हुआ, 300 साल बाद में खोया हुआ परिवार मिला, तो लड़ाई तो कमती बत्ती होती रहती है, लड़ाई में हार जीत होती रहती है। कुनबा इकट्ठा होगा या बड़ी चीज है। अगली रणनीति भी बना लेंगे, कुनबा इकट्ठा फिर बना लेंगे, क्या दिक्कत है? फिर घर वापसी का ऐलान है, 11 तारीख से जाने शुरू होंगे लोग। और कल एक दुखद घटना है, उनका अंतिम संस्कार जो हमारे शहीद हुए हैं, जो जवान हैं, उसके साथ में देश के दुख की घड़ी में हम देश के साथ में खड़े हुए हैं, जवानों के साथ में खड़े हुए हैं। और परसों के बाद में अपना लोग अपने ढोल वोल लेकर अपने गांव की तरफ प्रस्थान करेंगे. കർഷക സമരം BJPക്കെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റാൻ ശ്രമിച്ചവരിൽ ഒരാളായിരുന്നു രാകേഷ് ടിക്കായത്ത്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം കിസാൻ യൂണിയൻ നേതാക്കൾ BJPക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലും BJPക്കെതിരെ പോരാട്ടം ശക്തമാക്കവെയാണ് കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള തീരുമാനമുണ്ടായത്. ടിക്കായത്തിന്റെ നീക്കങ്ങളിൽ പല കർഷക നേതാക്കളും വിയോജിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കർഷക സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കവേ സമരത്തെ തളർത്താൻ കിസാൻ യൂണിയനുകൾക്കിടെ ഭിന്നത ഇളക്കിവിടാൻ ശ്രമങ്ങൾ നടന്നിരുന്നു. അന്നൊന്നും കണ്ടിട്ടില്ലാത്ത അകൽച്ചയാണ് സമരം അവസാനിക്കവേ നേതാക്കൾക്കിടയിൽ ഉടലെടുത്തതെന്നതും ശ്രദ്ധേയമാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ വീണ്ടും അസ്വസ്ഥതയുടെ നാളുകളിലേക്ക് മടങ്ങുകയാണ്. ഒരു കാലത്ത് അസമിനെ പിടിച്ചുലച്ച അവിരുദ്ധ പ്രക്ഷോഭങ്ങൾ തന്നെയാണ് വീണ്ടും ഇവിടെ ഉയരുന്നത്. ഇതിലേക്ക് നയിച്ചതാകട്ടെ ഗ്രാമീണർക്ക് നേരെ സൈന്യം നടത്തിയ വെടിവെപ്പും. 14 ഗ്രാമീണരും ഒരു സൈനികനുമാണ് നാഗാലാൻഡിലെ മോണിൽ കൊല്ലപ്പെട്ടത്.
ഒരിക്കലും ഒരു സുരക്ഷാ സേനയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത നടപടിയായിരുന്നു നാഗാലാൻഡിലെ മോൺ ജില്ലയിൽ വോട്ടിംഗിൽ സംഭവിച്ചത്. ഖനിത്തൊഴിലാളികളുടെ വാഹനത്തിന് നേരെ സുരക്ഷാ സൈന്യം യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവെക്കുകയായിരുന്നു. വെടിവെപ്പിൽ തൊഴിലാളികൾ ഉൾപ്പെടെ 14 ഗ്രാമീണരും ഒരു സൈനികനും കൊല്ലപ്പെട്ടു. സൈന്യത്തിന്റെ നടപടിക്കെതിരെ നാഗാലാൻഡിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. വിഷയം പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തു. नागालैंड में कल जो घटना घटी है सर, ये बड़ा दुखदायक और ये बड़ा शर्मसार एक मुद्दा है सर। नागालैंड में 16 से 17 बेगुनाह लोगों को मौत हुई है। ये दर्दनाक घटना की सदन में चर्चा करने का मौका दिया जाए। नागालैंड में ये लोग शांति करार किया था, ये शांति करार का नतीजा क्या निकला हम सब देख रहे हैं सर। इसके चलते सदन में सबसे बड़ी मुद्दा आज नागालैंड मुद्दा। പ്രതിഷേധം അവഗണിക്കാനാകാത്ത തരത്തിൽ ശക്തമായതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ വിശദീകരണം നൽകി. ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിർത്തി ഗ്രാമങ്ങളിൽ സൈന്യം സുരക്ഷ വർദ്ധിപ്പിച്ചത്. അതിർത്തിയിലൂടെ തീവ്രവാദികൾ നുഴഞ്ഞുകയറുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളും പരിശോധിച്ചു. തൊഴിലാളികളുമായുള്ള ട്രക്ക് പരിശോധിക്കാൻ കൈ കാണിച്ചിട്ടും നിർത്താതെ പോയതോടെ സൈന്യം വെടിവെക്കുകയായിരുന്നുവെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ നൽകിയ വിശദീകരണം. സൈന്യം വെടിവെച്ചതോടെ പ്രകോപിതരായ നാട്ടുകാർ സൈന്യത്തെ ആക്രമിച്ചെന്നും ചെറുത്തുനിൽപ്പിനിടെയാണ് ഗ്രാമീണർ കൊല്ലപ്പെട്ടതെന്നും ആ വിശദീകരണം നീണ്ടു. भारतीय सेना को नागालैंड के मौन जिले के तिजित क्षेत्र में तिरू गांव के पास उग्रवादियों की आवाजाही की सूचना मिली थी। इसके आधार पर सेना के 21 पैरा कमांडो के एक दस्ते ने दिनांक 4/12/2021 की शाम को संदिग्ध क्षेत्र में एम्बुश लगाया था। एम्बुश के दौरान एक वाहन एम्बुश के स्थान के समीप पहुंचा। उसे रुकने का इशारा और प्रयास किया गया। रुकने की बजाय वाहन द्वारा उस जगह से तेजी से निकलने का प्रयास किया गया, जिसके उपरांत इस आशंका पर कि वाहन में संदिग्ध विद्रोही जा रहे थे, वाहन पर गोली चलाई गई, जिससे वाहन में सवार 8 व्यक्तियों में से 6 व्यक्तियों की मृत्यु हुई। बाद में ये गलत पहचान का मामला पाया गया। അമിത്ഷായുടെ മറുപടിക്ക് വിരുദ്ധമാണ് വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ പ്രതികരണം. അസമിലെ ദിബ്രുഗഡ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടേതാണ് വെളിപ്പെടുത്തൽ. നാട്ടുകാർ നൽകുന്ന വിവരണവും ഇതിന് സമാനമാണ്. ഏറെ പ്രതിഷേധത്തിനൊടുവിലാണ് നാഗാലാൻഡിലെ NDA സർക്കാർ പോലും വെടിവെപ്പ് നടത്തിയ സൈന്യത്തിന്റെ പ്രത്യേക യൂണിറ്റായ 21ാം പാരാ സ്പെഷ്യൽ ഫോഴ്സിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. വെടിവെപ്പിൽ കേന്ദ്ര സർക്കാരും സൈന്യവും അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ജനങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല. സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. फायरिंग गुना आइजे बांग बांग मारिना आइजे तो इफले राउंड गुना हाबरो आरो इफले ओलाइजे तो मोइलाका बेकला साथीरो मारि दिसे दारि हा मोहन तो टोटल मोइ ना जानि लुइ तानदि लगाले आइ दो लोहा बाब्रा तो मोइ तिकिसे तो इफले बा जाबरो इफले आरो ओलाइजे मोरो तो मारिना गेराइ दियाब्रा मोइ इफले बा राउंड ना पलाइसे आरो मोगे खेताइना आरो मारिसे तो आरो मोइ छाप माराला ताकिबि आसे देदे इमान तक खुशी से माथि नरम देना गुली तो मारी आसे तो लागाने मोरो एकदम मन गरम हो जाए इफले भी पूरा पूरा गुली तो आई तक इफले पर मैला थिंगे ना नल लागा नाय तो मोइ इफले राउंड ना मोइ पलाइसे तो मोरो ये दबा छाप मारी जाए വെടിവെപ്പിന്റേതും തുടർന്നുള്ള സംഘർഷങ്ങളുടേതുമായ ദൃശ്യങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. വെടിവെപ്പും സൈന്യത്തിനും സർക്കാരുകൾക്കുമെതിരായ ജനവികാരവും പ്രതിഷേധവും തമസ്കരിക്കാൻ
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഇതോടെ ശക്തമാവുകയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ നടപടികൾ നേരിട്ട ഒരു ജനവിഭാഗമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേത്. സൈന്യത്തിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ മറന്നുവരുന്ന ജനസമൂഹത്തിനെ പഴയ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളിലേക്ക് തള്ളിവിടുകയാണ് മോൺ വെടിവെപ്പ്. അതുകൊണ്ട് തന്നെയാകണം അഫ്സ്പ വിരുദ്ധ പ്രക്ഷോഭം വീണ്ടും ശക്തമാകാൻ കാരണം. അടുത്ത കാലത്ത് BJPക്ക് വേരോട്ടം നേടിക്കൊടുത്ത സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായ ജനവികാരം ഉയരുകയാണ്. ഇത് തുടർന്നാൽ BJPക്ക് കാര്യങ്ങളത്ര പന്തിയാകില്ലെന്ന് ഉറപ്പാണ്. ആഹാരവും ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളവയാണ്. വൃത്തിയുള്ള പോഷകസമൃദ്ധമായ ആഹാരം മികച്ച ആരോഗ്യമാണ് പ്രദാനം ചെയ്യുന്നത്. വൃത്തിയില്ലാത്ത ആഹാരമാകട്ടെ രോഗകാരികളാണ്. കല്ലും മണ്ണും വയറ്റിനുള്ളിലെത്തിയാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉറപ്പാണ്. എന്നാൽ 65 വർഷമായി മണ്ണ് തിന്നുന്ന ഒരു സ്ത്രീയുണ്ട് ഇന്ത്യയിൽ. മണ്ണ് തിന്നതിലൂടെ ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഇവരുടെ അവകാശവാദം. ഉത്തർപ്രദേശിലെ വാരണസി സ്വദേശിനിയാണ് 80-കാരിയായ കുസുമവതി ദേവി. സാധാരണ തീരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് എല്ലാവരും മണ്ണ് തിന്നുക. എന്നാൽ കുസുമവതി 15 വയസ്സ് മുതലാണ് മണ്ണ് തിന്നു തുടങ്ങിയത്. അത് ഇന്നും തുടരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ ഭർത്താവിന്റെ വീട്ടുകാർ ഇതേക്കുറിച്ചറിഞ്ഞ മണ്ണ് തിന്നുന്നത് നിർത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ആഹാരം കഴിച്ചാലും ഒരു ദിവസം മണ്ണ് കഴിച്ചില്ലെങ്കിൽ കുസുമവതിക്ക് ഒരു സ്വസ്ഥതയും ലഭിക്കില്ല. 20 साल का रही तब से खाते। अच्छा, इसको खाने से कोई दिक्कत नहीं दिक्कत होती। आपके बच्चे मना नहीं करते हैं? बच्चे मना करते, हम मानती नहीं। अच्छा, हम ना माने। अरे इसको खाने से आपको कभी कोई दिक्कत महसूस नहीं हुआ? नहीं, जब ना खा हमको नींद नहीं आई, कौन मरेज हो जाएगी। 15-ാം വയസ്സിൽ വയറുവേദന വന്നപ്പോൾ ഛോലാപൂരിലെ കട്ടാരി ഗ്രാമത്തിലെ ഒരു വൈദ്യനാണ് പാലിൽ മണ്ണ് കലക്കി കുടിക്കാൻ നിർദ്ദേശിച്ചത്. അങ്ങനെ വേദന മാറിയതോടെ കുസുമവതി പതിയെ മണ്ണ് തിന്നാൻ തുടങ്ങുകയായിരുന്നു. മണ്ണ് ചുമ്മാതെ തിന്നുകയല്ല, നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഉണക്കിയാണ് കഴിക്കുന്നത്. മണ്ണ് സ്ഥിരമായി കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്ന് ഡോക്ടർമാർ ആവർത്തിക്കുമ്പോഴും 65 വർഷത്തിനിടെ ഒരു വട്ടം പോലും കുസുമവതിക്ക് ഇത് കാരണം അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ രീതി അവസാനിപ്പിക്കണമെന്നാണ് കുസുമവതിയോട് ഡോക്ടർമാരുടെ നിർദ്ദേശം. ന്യൂസ് 18 ഇന്ത്യ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.